കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 7-ാമത്തെ ഭാഗത്തിന്റെ പഠനത്തിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ റജി ഫുലം. ഇന്ന് 7-ാമത്തെ ഭാഗത്ത് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ നാം ചിന്തിക്കുവാൻ പോകുകയാണ്. 21-ാമത്തെ വാക്യം: ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നു. മനുഷ്യൻ അവന്റെ ആദമ്യ അവസ്ഥയിൽ, പ്രാകൃത അവസ്ഥയിൽ ദൈവത്തോട് മത്സരിക്കുന്നവനാണ്. Humanity in their fallen state are in a state of rebelliousness, in a state of depravity. ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തോട് സംസർഗമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ആ ലോകത്തിന്റെ വ്യവസ്ഥിതിയും ലോകത്തിന്റെ ജ്ഞാനവും വെച്ച് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവിക ജ്ഞാനം ലഭ്യമാകണം. ആ ദൈവിക ജ്ഞാനം ലോകത്തിന് ദൈവം വെളിപ്പെടുത്തുന്നത് ക്രൂശിന്റെ വചനത്തിലൂടെയാണ് എന്നാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്, സമർത്ഥിക്കുന്നത്. ക്രൂശിന്റെ വചനത്തിലൂടെ ദൈവം യഹൂദന്മാരെയും ജാതികളെയും ജ്ഞാനികളെയും അജ്ഞാനികളെയും ട്രെയിൻഡായ ആളിനെയും അൺട്രെയിൻഡ് ആളിനെയും അവരുടെ ശ്രേഷ്ഠതകളെ, ലോകപരമായുള്ള എല്ലാ ശ്രേഷ്ഠതകളെയും നിർവീര്യമാക്കി, പ്രയോജനരഹിതമില്ലാത്തതാക്കി, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവം തിരസ്കരിക്കുന്നു. Cancel all achievements of man. വീണ്ടെടുപ്പ് എന്ന പദ്ധതിയിൽ ദൈവം മനുഷ്യൻ്റെതായ സകല ചിന്തകളെയും തള്ളിക്കളയും. In the subject of salvation and redemption, God cancels all human achievement, so-called enlightenment. ദൈവത്തെ അറിഞ്ഞവരെ അഥവാ വിശ്വാസികളായവരെയും ഇവിടെ അഭിനന്ദിക്കുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൻ്റെയും അവരുടെ വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അവർക്ക് രക്ഷ ലഭ്യമായത്. Not because of they are astute, not because they have insight, not because they have understanding. They're not congratulated. അഭിനന്ദിക്കുന്നില്ല. വിശ്വസിച്ചവർ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തെ അറിയുന്നതിൽ ജ്ഞാനിയും അജ്ഞാനിയും ഒരേ നിലവാരത്തിലാണ്. കാരണം ജ്ഞാനിയുടെ ജ്ഞാനത്തിന് പ്രസക്തിയില്ല, അജ്ഞാനിയുടെ അജ്ഞതയ്ക്കും പ്രസക്തിയില്ല. സുവിശേഷമാണ് അതിൻ്റെ മാനദണ്ഡം. ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി, God's work in the world. അപ്പോൾ അതിൽ ജ്ഞാനികൾക്ക് അവരുടേതായ ഒരു കാര്യവും ഇല്ല.
അവർക്കതിൽ യാതൊരു പ്രത്യേകതയുമില്ല. കാരണം ദൈവം ആ ലോകജ്ഞാനത്തിലൂടെയല്ല തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നതും തൻ്റെ രക്ഷാപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതും. തൻ്റെ രക്ഷാപദ്ധതി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രൂശിലൂടെയാണ്, യേശുക്രിസ്തുവിലൂടെയാണ്. അത് പ്രതീക്ഷിക്കുന്നതല്ല. ലോകജ്ഞാനം അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ലോക മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് അവർക്ക് ഭോഷത്വമായിട്ടാണ് തോന്നുന്നത്. അവർ ചിന്തിക്കുന്നതാണ് സർവശക്തനായ ദൈവം ചൂസ് എ ഷെയിംഫുൾ എക്സിക്യൂഷൻ, ലജ്ജാകരമായ ഒരു ക്രൂശീകരണത്തിലൂടെ ലോകത്തെ രക്ഷിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമായി തോന്നുന്നു. അപ്പം ദൈവം ജ്ഞാനികളുടെ ജ്ഞാനത്തെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ, അവന്റെ ക്രൂശുമരണത്തിലൂടെ മാനവജാതിക്ക് രക്ഷയൊരുക്കുവാൻ പ്രസാദം തോന്നിയത്. അവിടെ പ്രസാദം തോന്നി, ടു ബി വെൽ പ്ലീസ്ഡ് എന്ന ക്രിയാപദം പല പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദൈവം അത്ഭുതകരമായ പ്രവൃത്തികൾ മനുഷ്യന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. God does things against all expectation. ആ പ്രയോഗങ്ങളെല്ലതും തന്നെ ക്രിസ്തുവേശുവിനോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. പ്രസാദം തോന്നി എന്ന പ്രയോഗം, പ്രസ്തുത പ്രയോഗം ക്രിസ്തുവേശുവിനോടുള്ള ബന്ധത്തിലാണ് പുതിയ നിയമത്തിൽ കിടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നാനം കഴിഞ്ഞപ്പോൾ അവന് പ്രസാദം തോന്നി എന്ന് എഴുതിയിട്ടുണ്ട് മർക്കോസിന് 1:11. മറുരൂപമലയിൽ വെച്ച് ദൈവത്തിന് പ്രസാദം തോന്നി, വെനിച്ചവി കടിപ്പീൻ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12:32 വായിക്കുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 1:16 ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, God is well pleased to reveal Christ in Paul so that he could preach the message to the Gentiles. ദൈവത്തിന് പ്രസാദം തോന്നി. Then he was pleased to have all fullness of God dwell in Son. കൊലോസ്യ ലേഖനം 1:19-20 അവനിൽ സകല സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. നമ്മെ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയാം, നാം തന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ രക്ഷ. അപ്പം നമ്മെ ക്രിസ്തുയേശുവിൽ ദത്തെടുക്കേണ്ടതിന്, രക്ഷ നൽകി ദത്തെടുക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദം തോന്നി. 1:9 എഫേസ്യ ലേഖനം 1:9 അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദൈവം തന്റെ ഹിതത്തിന്റെ മർമ്മവും അറിയിക്കുവാൻ പ്രസാദം തോന്നി. ഇതാ ദൈവത്തിന് പ്രസാദം തോന്നിയ കാര്യം. ഇവിടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:21 പറയുന്ന കാര്യം, ദൈവത്തിന് പ്രസാദം തോന്നിയ വിഷയം ക്രൂശിന്റെ വചനത്താൽ, അത് ജ്ഞാനികൾക്ക് ഭോഷത്വമാണ്. ആ വചനത്താൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
അങ്ങനെ നമ്മെ രക്ഷിക്കുന്നതിൽ, ക്രൂശിന്റെ വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ നമ്മെ രക്ഷിക്കുന്നതിന് ദൈവത്തിന് പ്രസാദം തോന്നി. ഈ ലോകത്തിന്റെ ജ്ഞാനം മുഖാന്തരം ദൈവത്തെ അറിയാൻ കഴിയാതിരിക്കുന്നതിന് പകരമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തെ അറിയുവാൻ ലോകത്തിന് അവസരമുണ്ടായി. ഈ ലോകത്തിലെ ജ്ഞാനം നിമിത്തം ദൈവത്തെ അറിയുവാൻ അവസരമില്ല. നോ ഓപ്പർച്യൂണിറ്റി. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് സുവിശേഷത്തിന്റെ പ്രസംഗത്താൽ ദൈവത്തെ അറിയുവാൻ മനുഷ്യന് ലോകജ്ഞാനം കൊണ്ട് കഴിയാതിരിക്കുന്ന അപര്യാപ്തതയെ ക്രൂശിന്റെ വചനം ദൈവത്തെ അറിയുവാൻ പ്രാപ്തരാക്കി. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് പ്രീച്ചിങ്, ഡെക്ലറേഷൻ, പ്രഖ്യാപനമാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തിന്റെ പ്രഖ്യാപനമാണ് പ്രസംഗം. തത്വജ്ഞാനികൾ അവരുടെ സന്ദേശത്തിന്റെ ഉള്ളടക്കം ക്രമീകരിക്കുമ്പോൾ, ലോകത്തിലെ ജ്ഞാനികൾ അവരുടെ സന്ദേശത്തിന്റെ ഉള്ളടക്കം അവരുടെ ഉറവിടത്തിൽ നിന്ന് അവർ തന്നെ ക്രമീകരിക്കുമ്പോൾ, സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗകനിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല. അതിന്റെ ഉറവിടം ആ പ്രസംഗകനല്ല. ആ പ്രസംഗത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവന്റെ പ്രസംഗ ചാരുതയല്ല, നൈപുണ്യമല്ല, മറിച്ച് ആ സുവിശേഷത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് സുവിശേഷത്തെ മറ്റ് സന്ദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. നമ്മുടെ ഇടയിൽ പ്രസംഗകരെന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് മറ്റു മനുഷ്യരെക്കാൾ ലോകജ്ഞാനമുണ്ട്. അവരുടെ പ്രസംഗത്തിന്റെ ഉറവിടം അവർ തന്നെയാണ്. അല്ലെങ്കിൽ അവരെ പോലെയുള്ള മനുഷ്യർ കണ്ടുപിടിക്കച്ചതും സങ്കല്പിച്ചെടുത്തതും നിരൂപിച്ചെടുത്തതുമായ വസ്തുതകളാണ്. എന്നാൽ സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗകരുടെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് ക്രൂശിലൂടെ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന സന്ദേശമാണ്. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനത്തെയും മനുഷ്യന്റെ ശക്തിയെയും ക്രൂശിന്റെ വചനം കീഴടക്കുന്നു. The cross outsmart human wisdom and overpowers human strength. മനുഷ്യന്റെ ശക്തിയെ ജയിക്കുന്നു, മനുഷ്യന്റെ ജ്ഞാനത്തെ കവച്ചു വെക്കുന്നു. അതാണ് ക്രൂശിന്റെ വചനം. 22-ാമത്തെ വാക്യം, 23. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും. തുടർന്ന് വരാം. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഇത് രണ്ടും സുവിശേഷത്തിന് വിരുദ്ധമാണ്. സുവിശേഷം ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രൂശിന്റെ വചനം, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം, അല്ലെങ്കിൽ സുവിശേഷം യഹൂദന്മാരുടെ അടയാളം അന്വേഷിക്കുന്നതിനെയും യവനന്മാരുടെ ഈ ജ്ഞാനത്തെയും കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യഹൂദന്മാരും യവനന്മാരും തങ്ങളുടെ അവിശ്വാസത്തിൽ ആവശ്യപ്പെടുന്ന വസ്തുതകളെ, അവരുടെ അവിശ്വാസത്തെ സാധൂതീകരിക്കേണ്ടതിനാണ് ജ്ഞാനവും അടയാളവും അന്വേഷിക്കുന്നത്. To establish their own unbelief, demand of their own unbelief, they seek signs and they seek wisdom. യഹൂദന്മാർ ദൈവപ്രവൃത്തിയുടെ അടയാളമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം പ്രവർത്തിക്കുന്നു എന്നതിനുള്ള അടയാളമാണ് അവർ അടയാളമായി ആവശ്യപ്പെടുന്നത്. That they want to know God is at work. ദൈവം പ്രവർത്തിക്കുന്നു എന്നറിയാം.
ഈ ചോദ്യം എന്ന് പറയും, അടയാളം എന്ന് പറയുന്നത് നോട്ട് ആൻ ഓപ്പൺ മൈൻഡഡ് പ്ലീ, തുറന്ന ഹൃദയത്തോടുള്ള സുതാര്യമായ ഒരു അപേക്ഷയല്ല, ഒരു അന്വേഷണമല്ല. മറിച്ച് അവിടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തം, ഇറ്റ്സ് ലൈക്ക് എ obstinate insistence on a powerful confirmation of God's deliverance that renders faith unnecessary. അവിടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പ്രവൃത്തിയാൽ അവർ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെടണമെന്നുള്ള ആശയത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ആ ചോദ്യം, അന്വേഷണം. പലരും അടയാളങ്ങൾ ചോദിക്കാറ് അത് യേശുക്രിസ്തുവിനെ അറിയണമെന്നുള്ള ആഗ്രഹത്തിലല്ല, മറിച്ച് അവരുടെ അവിശ്വാസ നിമിത്തം അവനെ തള്ളിക്കളയേണ്ടതിന്, ആ സന്ദേശത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യേണ്ടതിനാണ്. ഇവിടെയാണ് വിഷയമുണ്ടാകുന്നത്. അത് യഹൂദന്മാർ തന്നെ ചെയ്തു. യഹൂദന്മാർ ബാഹ്യമായ പ്രവൃത്തി, ബാഹ്യമായ സൂപ്പർ നാച്ചുറൽ എവിഡൻസ് അവരുടെ വിശ്വാസത്തിന് ആധാരമായി ചോദിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ അവനോട് ചോദിച്ചു, വാട്ട് സൈൻ ഷോസ് യു? ഏത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്, നീ മെസ്സിഹയാണെന്നുള്ളതിന്? അവരോട് പറഞ്ഞു, യോനയുടെ, ദ പ്രോഫറ്റ് ജോന, അതിനേക്കാൾ വലിയൊരു അടയാളം നിങ്ങൾക്ക് തരാനില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു, എ വിക്കഡ് ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ. യഹൂദന്മാരുടെ ഇടയിൽ ദൈവം അയച്ച പ്രവാചകന്മാർ വന്നപ്പോൾ ദൈവികമായ അവരിൽ അധികം ആളുകൾ ചോദ്യം ചെയ്യാതെ, അടയാളം അന്വേഷിക്കാതെ, അനുതപിച്ച് അവരുടെ പാപത്തിൽ നിന്ന് പിന്മാറി, അവരുടെ പ്രവൃത്തികളെ വിട്ട് അവർ തിരിഞ്ഞു. ഇവിടെ സാക്ഷാൽ ദൈവപുത്രൻ വന്നപ്പോൾ അവന്റെ സന്ദേശം കൈക്കൊള്ളാതെ, മോശയേക്കാൾ വലിയവനായി അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ സന്ദേശം കൈക്കൊള്ളാതെ അവൻ ദൈവത്തിന്റെ പുത്രനാണ്, മെസ്സിഹയാണെന്ന് തെളിയിക്കുന്നതിനുള്ള അടയാളങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഇന്നും പലർക്കും വിശ്വസിക്കുവാൻ അടയാളം വേണം. അവർ അടയാളം കിട്ടുമോ എന്ന്, കർത്താവിന്റെ വരവ് അവർക്കൊരടയാളമായിരിക്കും. അന്ന് അവരുടെ രക്ഷയ്ക്കുള്ള വാതിൽ അടയുന്ന ദിവസമായിരിക്കും. വക്രതയും കോട്ടമുള്ള തലമുറ, അഡൾട്ടറസ് ജനറേഷനാണ് ചോദിക്കുന്നത്. അപ്പം ലോകത്തിലെ യവനന്മാരുടെ ജ്ഞാനം എന്ന് പറയുന്നത് അവിടെ പൗലോസ് ഉപയോഗിക്കുമ്പോൾ ലോകത്തിന്റെ യവന ജ്ഞാനം എന്ന് പറയുന്നത് ഈസ് എ സ്കാൺഫുൾ ടേം. ജ്ഞാനം എന്നതിന്റെ ഒറിജിനൽ സെൻസിൽ ഉപയോഗിക്കുന്നത് സ്കാൺഫുൾ ടേം. Human rational inquiry enlisted in the pursuit of success and prosperity, superiority. മനുഷ്യന് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നും മറ്റുള്ളവരുടെക്കാൾ മുകളിലാണെന്നും തങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ബൗദ്ധികമായ കഴിവിനാണ് ജ്ഞാനമെന്ന് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കാൺഫുൾ terminology using them. ഇവിടെ എന്ന പൗലോസ് പറയാണ്, അതിനെല്ലാം വിപരീതമായി പറയുകയാണ്, the cross is in fact a genuine sign and true wisdom of God. 24ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നത്, ക്രൂശിന്റെ വചനമാണ് ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അവിടെയാണ് ആയിരിക്കുന്നത്. ജ്ഞാനിയായ മനുഷ്യൻ, ലോകജ്ഞാനിയായ മനുഷ്യൻ അവന്റെ വീണ അവസ്ഥയിൽ, ഇൻ ഹിസ് ഫാളൻ നേച്ചർ, ഒരു സെൻസിബിളായ മനുഷ്യന് ഒരിക്കലും ക്രൂശിക്കപ്പെട്ടവനായ ഒരു മനുഷ്യനിലൂടെ
ദൈവം രക്ഷയ്ക്ക് കാരണമൊരുക്കുമെന്ന് ചിന്തിക്കുകയില്ല. കാരണം വിജയത്തെ നിർവചിക്കുന്ന അങ്ങനെയല്ല. ഇന്നും അങ്ങനെയാണ് വിജയത്തെ നിർവചിക്കുന്ന ക്രിസ്തീയതയെ. നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് വിശ്വാസമുണ്ട് എന്നതിന് പലപ്പോഴും തെളിവായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയും ആരോഗ്യവും ഒക്കെയാണ്. ബാഹ്യമായ വസ്തുതകളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, വിശ്വാസിയാണ് അതിൻ്റെ അടയാളമായി കാണുന്നത്. ഒരു മനുഷ്യന്റെ ഹ്യൂമിലിറ്റി, ഒരു മനുഷ്യന്റെ വിശ്വാസം, അവന്റെ താണ അവസ്ഥയിൽ ഇരിക്കുവാനുള്ള അവന്റെ മനോഭാവം, ഇതിനെ ഒന്നും വിശ്വാസത്തിന്റെ കാരണങ്ങളായി ആരും കാണുന്നില്ല. പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമ്പോഴാണ് അവൻ വിശ്വാസി എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവൻ വിശ്വാസം ഇല്ലാത്തവനാണെന്ന് ഗണിച്ചു കളയും. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലൂടെ മാനവജാതിയുടെ പാപത്തിൽ ഉദ്ധരിക്കുവാനുള്ള ദൈവിക പദ്ധതി ലോകത്തിലെ ജ്ഞാനികൾക്ക് ഭോഷത്വമായി നിലനിൽക്കുന്നു. ഈ ലോകജ്ഞാനം പരാജയപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യർ ഇന്നും പാപികളായി തുടരുന്നത്. ലോക മതങ്ങൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവരുടെ മതങ്ങളിൽ പാപം എന്നത്തെ പോലെ ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്നത്, യാതൊരു രൂപാന്തരവുമില്ലാതെ. അവിടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. 23-ാം വാക്യം, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം യവനന്മാരെയോ യഹൂദന്മാരെയോ ശാന്തരാക്കിയില്ല, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചായിരുന്നില്ല ആ സന്ദേശം. യഹൂദന്മാരുടെ പ്രതീക്ഷയ്ക്കും യവനന്മാരുടെ ജ്ഞാനത്തിനും അനുയോജ്യമായിരുന്നില്ല ആ സന്ദേശം. അപ്പൊ കർത്താവിന്റെ ദാസൻ പറയുക, ഓൺ ദ കോൺട്രറി, അടയാളം അന്വേഷിച്ച യഹൂദന്മാർക്ക് ക്രൂശ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി, കർത്താവ് ഒരു ഇടർച്ചക്കല്ലായി. അവർ ഒരു മെസ്സിഹയെ പ്രതീക്ഷിച്ചിരുന്നത് ഗ്ലോറിയസ്, മഹത്വമുള്ള ഒരു ശ്രേഷ്ഠനായ രാജാവ്, എ കിങ്, എ പ്രിൻസ്. അവർ എന്ത് ചെയ്യും? അവൻ വന്ന് അവരെ ജാതികളുടെ അടിമ ഭരണത്തിൽ നിന്ന് വിടുവിച്ച് അവരുടെ രാഷ്ട്രത്തെയും അവരെയും ലോകത്തിന്റെ ഉന്നതിയിൽ നിർത്തും. അതായിരുന്നു അവരുടെ മശിഹ പ്രതീക്ഷ. എന്നാൽ അവരുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായ എ കൈൻഡ് ഓഫ് എ ക്രിമിനൽ, malefactor, crucified, Christ crucified as a malefactor according to the Roman verdict. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അവർക്ക് എന്തായി? ഒരു ഇടർച്ചക്കല്ലായി തീർന്നു. റോമാലേഖനം 9:31-33 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നീതിയുടെ ന്യായപ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. പ്രവൃത്തിയാൽ നീതീകരണം ആഗ്രഹിച്ചവൻ അതിന്റെ അവസ്ഥയിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? കാരണം ന്യായപ്രമാണത്തിന്റെ പോരായ്മയല്ല, അവരുടെ വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട്. അവർ ന്യായപ്രമാണത്തിന്റെ നീതീകരണം പ്രാപിക്കേണ്ടതിന് വിശ്വാസത്താൽ നീതീകരിക്കുന്നതിനുപരിയായി പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാമെന്നുള്ള വ്യാജ ചിന്ത അവരിൽ കടന്നുകൂടി. മതങ്ങളുടെ സ്വാധീനങ്ങളാണ്, യഹൂദന്മാർക്ക് ചുറ്റുമുണ്ടായിരുന്ന ജാതീയ മതങ്ങളുടെ സ്വാധീനം അവരെ വല്ലാതെ അവരുടെ ഇടയിൽ കടന്നുകൂടി. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെട്ടവനാണ്. ദാവീദ് പറയുന്നു, ദൈവം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കൊടുത്ത മനുഷ്യൻ ഭാഗ്യവാനെന്ന്. പക്ഷേ അവര് പ്രവൃത്തി മൂലം നീതീകരിക്കപ്പെടുവാൻ എന്ത് ചെയ്തു? തടയായി. അങ്ങനെ വന്നപ്പോൾ ഇതാ ഞാൻ സിയോനിൽ ഇടുന്ന
ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സിയോനിൽ നിന്ന് ഇടുന്ന മൂലക്കല്ല് അത് അവർക്ക് തടങ്കൽ പാറയായി തീരും. വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്ക് കാരണമാകുമ്പോൾ അടയാളം അന്വേഷിച്ച് അവിശ്വാസത്തിന്റെ ഹൃദയം കാണിക്കുന്നവന് തടങ്കൽ പാറയായി മാറുന്നു. 1 പത്രോസ് 2:8 വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീരുന്നു. യവനന്മാർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ഉണ്ടാകുമെന്ന സന്ദേശം യവനന്മാർക്ക് ഭോഷത്വമായി തോന്നി. അവർ രക്ഷയ്ക്കായി വെർച്യുവാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹ്യൂമനിസം, കൈൻഡ് ഓഫ് വെർച്വസ് ലിവിങ് will result in salvation. അതാണ് യവന തത്വചിന്തയുടെ അടിസ്ഥാനം. Moral living will bring salvation. മനുഷ്യാടിസ്ഥാനമായ മനുഷ്യനിൽ കേന്ദ്രീകൃതമായ രക്ഷാശാസ്ത്രം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക. പ്രൊമോട്ടിംഗ് വെർച്വസ് ലൈഫ്. ക്രിസ്തീയ ജീവിതം വെർച്വസ് ആകണം. ദൈവവചനം ഡിമാൻഡ് ചെയ്യാണ്. സൽപ്രവൃത്തികൾക്കാണ് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. സൽപ്രവർത്തികൾ കൊണ്ടല്ല നാം വീണ്ടെടുക്കപ്പെടുന്നത്. സൽപ്രവർത്തികൾ അതിന്റെ റിസൾട്ടാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. നമ്മുടെ നീതീകരണം പ്രവൃത്തിയാൽ നാം നീതിയിൽ ജീവിക്കുന്നു. That's a teaching, supreme, separate teaching of the Bible. ദൈവവചനത്തിന്റെ അതുല്യമായ വിശ്വാസ രേഖ പഠിപ്പിക്കലാണത്. സുവിശേഷത്തിന്റെ പ്രസംഗത്താലാണ് ലോകത്തെ ദൈവം രക്ഷിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയോ സംഭാവനയല്ല. ലോകം മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പ്രസംഗത്താൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല. ലോകം മനുഷ്യന്റെ ശ്രേഷ്ഠമായ ജീവിത ശൈലി കൊണ്ട് ആർക്കും രക്ഷ ലഭിക്കുന്നില്ല. അത് രണ്ടും നിഷ്പ്രയോജനമാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് യഹൂദന്മാർ സംതിങ് സ്ട്രൈക്കിംഗ്, സംതിങ് ഇംപ്രസീവ്, സീക്കിംഗ് സംതിങ് ഇംപ്രസീവ്. And the Greeks seek something unquestionable, irrefutable. ചോദിപ്പാൻ കഴിയാത്ത വിധം റാഷണലി ബൗദ്ധികമായതാണ് അവർ അന്വേഷിക്കുന്നത്. എന്നാൽ ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് അസാധാരണവും അവർ പ്രതീക്ഷിക്കാത്തതുമാണ്. സന്ദേശം, സുവിശേഷം എന്ന് പറയുന്നത് അസാധാരണം. ഒരു മനുഷ്യന്റെ ക്രൂശ് മരണത്താൽ പാപിയായ മനുഷ്യന് വിശ്വാസത്താൽ രക്ഷ. അത് അസാധാരണമായ സന്ദേശമാണ്. അത് പ്രതീക്ഷിക്കാത്തതാണ്. നമ്മൾ അതിനൊരു ചിന്തകൻ ഇങ്ങനെയാ പറഞ്ഞത്: പട്ടണം പിടിക്കപ്പെട്ടു, രാജാവ് ഓടിപ്പോയി, മാർക്കറ്റ് തകർന്നു പോയി. അങ്ങനെയുള്ള ഒരവസ്ഥയെ ഗുഡ് ന്യൂസ് ആണെന്ന് പറയാൻ പറ്റുമോ? അതിനെ സുവാർത്ത എന്ന് പറയാൻ കഴിയുമോ എന്ന് ലോകപ്രകാരം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഒരുവൻ ക്രൂശിക്കപ്പെട്ടു, ഒരു ക്രിമിനലായി ക്രൂശിക്കപ്പെട്ടു, അവനിലൂടെ രക്ഷ ഉണ്ടാകുമെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് ക്രിസ്തു എന്നേക്കും ജീവിച്ചിരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കേണ്ടവനാണ്. അവൻ ക്രൂശിക്കപ്പെട്ട് അവന്റെ ഭൂമിയിലെ വാസം, ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയവും അത് സുവിശേഷവും അല്ല. റോബർട്ട്സൺ ആൻഡ് പാൽമർ ഇതിനെ പറയുന്ന അറിയാമോ? യഹൂദന്മാരും ഗ്രീക്സും ക്രൂശിന്റെ വചനത്തിന്റെ സന്ദേശത്തെ കുറിച്ച് പറയുന്നത്, the Jews demand victorious Christ, heralded by signs, who would restore the glorious kingdom of David and Solomon,
Christ was not preached as a conqueror to please the one, not the philosopher to please the other. യഹൂദന്മാർ ജയാളിയായ ഒരു രാജാവായ മെസ്സിഹയെ ദർശിക്കുമ്പോൾ ആ ജയാളിത്വത്തിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ആകാശത്തും തീയിറക്കി ശത്രുക്കളെ നശിപ്പിക്കുന്നു, ആകാശത്ത് അടയാളങ്ങൾ കാണിക്കുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? ദാവീദിന്റെ സിംഹാസനത്തെയും സോളമന്റെ സിംഹാസനത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്നു. അത് ആ ചിന്തയ്ക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുവാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് തത്വജ്ഞാനികളായ യവനന്മാർക്കും. ജെന്റൈൽസ്, നോൺ ജൂസ്, ഇൻ ജനറൽ എല്ലാവർക്കും, ജാതികൾക്കും യഹൂദന്മാർക്കും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ഭോഷത്വമായി തോന്നി. അതുപോലെ തന്നെ യഹൂദന്മാർ ഒരുപക്ഷെ പൗലുസിന്റെ സന്ദേശത്തെ ലഘുവായി കണ്ടു കാണാൻ, ഷാലോ, ഡീപ്പല്ലാത്ത ചിന്തയായി. ജസ്റ്റിൻ മാർട്ടർ ഡയലോഗ് വിത്ത് ട്രൈഫോ, രണ്ടാം നൂറ്റാണ്ടിൽ ട്രൈഫോ എന്ന റാബ യഹൂദ ഗുരുവുമായുള്ള സംവാദത്തിൽ യേശുക്രിസ്തുവിനെ, അവന്റെ ദൈവത്വത്തെയും മെസ്സിയാനിക് ഷിപ്പിനെ സമർത്ഥിക്കുവാൻ ജസ്റ്റിൻ മാർട്ടർ തയ്യാറായപ്പോൾ റാബായിസ് ട്രൈഫോ പറഞ്ഞ കാര്യം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നുണ്ട്. സർ, these such like passages of scripture compels us. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ പറയുന്ന സന്ദേശവും, ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശവും മെസ്സിഹയെ കുറിച്ചുള്ള സന്ദേശവും, അതുപോലെയുള്ള സന്ദേശങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഒരുവന് വേണ്ടി കാത്തിരിക്കണമെന്നാണ്. നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു അല്ല, ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണം. ആ ക്രിസ്തു അല്ല നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു എന്ന് അവൻ ദാനിയേൽ പ്രവചനവും അനുമാനമായ വേദഭാഗങ്ങളും ഞങ്ങൾക്ക് വരച്ചു കാണിക്കുന്ന ക്രിസ്തു വലിയ ശ്രേഷ്ഠനാണ്, മഹത്വമുള്ളവനാണ്. ഗ്രേറ്റ് ആൻഡ് ഗ്ലോറിയസ്, ടേക്സ് ദി എവർലാസ്റ്റിംഗ് കിങ്ഡം ഫ്രം ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. വയോധികനായവനിൽ നിന്ന് ദേവരാജ്യം എടുക്കുന്ന സൺ ഓഫ് മാൻ ആണ്. But your so-called Christ is the one without honor and glory. ആദരവും ബഹുമാനവും മഹത്വമില്ലാത്ത ലജ്ജിക്കപ്പെട്ടവനാണ് നിങ്ങളുടെ കർത്താവ്. And even fallen into the uttermost curse of the law of Moses. മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്ന ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഏറ്റവും താഴെയുള്ളവനാണ്, ശാപഗ്രസ്തനാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശരീരശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. Christ is crucified and he is the cursed. അതാണ് റാബായി ട്രൈഫോ ജസ്റ്റിൻ മാർട്ടറോട് പറഞ്ഞത്. സന്ദേശത്തിന്റെ കാതൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഓരോ യഹൂദന്റെയും ചിന്തയായിരുന്നു. താങ്ക് ഗോഡ്, സുവിശേഷം നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ മാനവജാതിക്ക് രക്ഷ ഒരുക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. അതിലേക്ക് നമ്മെ വീണ്ടും വിളിച്ച ദൈവത്തിന് സ്തോത്രം. അവന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പൗലോസ് പറയാണ്, യഹൂദന്മാർക്ക് അവരുടെ അധപ്പതനത്തിന്, വീഴ്ചയ്ക്ക് ഈ അവൻ ഇടർച്ചക്കല്ലാകും. യേശുക്രിസ്തു ഇസ്രായേൽ 2 ഗോത്രങ്ങൾക്കും ഇടർച്ചക്കല്ലാകുമെന്ന് യെശയ്യാ പ്രവാചകൻ അതിന്റെ 8-ാം അധ്യായം 14 മുതൽ 15 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് 2ഉം അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരുശലേം നിവാസികൾക്കൊരു കുടുക്കും കണിയുമായിരിക്കും.
പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഇവിടെയാണ് യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവചന ഭാഷയിൽ അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പര്യായങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കെണി, കുടുക്ക്, തടങ്ങൽ പാറ. അതിൽ തട്ടി വീഴുന്നവന് ഡിസാസ്ട്രസ് ആയ, അതിദാരുണമായ, അതിഭയാനകമായ ഭാവിയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. Those people, they're going to fall because of that stumbling block, will have disastrous consequences. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും 24-ാം വാക്യം, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിന് തന്നെ. യഹൂദന്മാർക്ക് ഭോഷത്വം, ജാതികൾക്ക് ഭോഷത്വം, യഹൂദന്മാർക്ക് യവനന്മാർക്ക് യഹൂദന്മാർക്കും ദൈവത്താൽ വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് ക്രിസ്തു. ഇവിടെ വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. ദോസ് ഹു ബിലീവ്. ഈ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ രണ്ടുപേരുമുണ്ട്, യഹൂദന്മാരുമുണ്ട് യവനന്മാരുമുണ്ട്. സുവിശേഷം യഹൂദന്മാർക്ക് യവനന്മാർക്കും പാമരനും പണ്ഡിതനും എല്ലാവർക്കും ഉള്ളതാണ്. സ്ത്രീക്കും പുരുഷനും അടിമയ്ക്കും യജമാനനും ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് സുവിശേഷം. അത് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ആ സുവിശേഷത്തോട് വിശ്വാസത്തോട് പ്രതികരിക്കുന്നവർക്ക്, ആ ഇൻവിറ്റേഷനെ സ്വീകരിക്കുന്നവർക്ക് ജീവരക്ഷയുണ്ടാകും. ഇവിടെ 4-ാമത്തെ പ്രാവശ്യമാണ് പൗലോസ് വിളിക്കപ്പെട്ടവർ എന്ന് എഴുതുന്നത്. This is the 4th time Paul mentioned that word calling. 1-ാം വാക്യത്തിൽ വായിക്കുന്ന പൗലോസ് അപ്പോസ്തലനായി വിളിക്കപ്പെട്ടു. കൊരിന്ത്യയിലെ വിശ്വാസികളെ വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെട്ടു. 2-ാം വാക്യം. 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് അവരെ വിളിച്ചു ദൈവം. 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ദൈവം അവരെ രക്ഷയ്ക്കായി വിളിച്ചു. സോ വിളിക്കപ്പെട്ടവർ, ഇവിടെ വിശ്വസിക്കുന്നവരാണ് വിളിക്കപ്പെട്ടവർ. ഇവിടെ വിളിക്കപ്പെട്ടവർ എന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നതിന് ഒരു കാരണം, യഹൂദൻ കൊരിന്ത്യരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ അഹന്ത, ഹുങ്ക്, അതിനെ എന്ത് ചെയ്യാനാണ്? പൊട്ടിച്ചു കളയേണ്ടതിനാണ്, തകർത്ത് കളയേണ്ടതിനാണ്. He used the word calling for salvation so that he can deflate the pride, arrogance in the heart of the Corinthians. Calling ദൈവിക വീക്ഷണത്തിൽ വിളിക്കുന്നത്, രക്ഷയ്ക്കായി വിളിക്കുമ്പോൾ മനുഷ്യൻ്റെതായ എല്ലാ അവസ്ഥയ്ക്കും പ്രസക്തി ഇല്ലാതെയാകുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് അതിലൂടെ നിഴലിക്കുന്നത്. മനുഷ്യന്റെ എല്ലാവിധ കഴിവുകളും അവിടെ അപ്രസക്തമാകുകയാണ്. ഇൻ കോളിംഗ് അവരെ വിളിക്കുകയാണ് ദൈവം അവരുടെ പ്രയത്നങ്ങൾ കണ്ടിട്ടോ, അവരുടെ ബുദ്ധി കണ്ടിട്ടോ, ശ്രേഷ്ഠത കണ്ടിട്ടോ രക്ഷ അവർക്ക് പ്രതിഫലമായി നൽകുകയല്ല. അതവരുടെ ശമ്പളമല്ല, മറിച്ച് വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൈലൈറ്റ്സ് ദ ഗ്രേഷ്യസ്നെസ് ഓഫ് ഗാഡ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപയാണ് വെളിപ്പെടുത്തുന്നത്. അത് മനുഷ്യന്റെ പ്രയത്നത്തിനും അവന്റെ അഹങ്കാരത്തിനും ഹുങ്കിനും അപ്രസക്തമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തി ദൈവികമായി തന്നെ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യർക്കും, സുവിശേഷത്താൽ വിശ്വസിച്ച് കർത്താവിൽ വന്ന ഒരു മനുഷ്യർക്കും അവർക്കുണ്ടായിരുന്ന ലൗകികമായി ഉണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠതയ്ക്കും പ്രസക്തിയില്ല.
അവരുടെ റേസ് ആയിക്കൊള്ളട്ടെ, ജാതി ആയിക്കൊള്ളട്ടെ, വർഗമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ അവർക്ക് ലോകപ്രകാരം ശ്രേഷ്ഠത നൽകിയിരുന്നുവോ അതിനൊന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അവർ രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ ദൈവം വിളിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നാം അഹങ്കരിക്കരുത്. യഹൂദന്മാരുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം. കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയും. ഈ കർത്താവ് യേശുവൻ വിശ്വാസത്തിൽ വരുന്നവർക്ക് യേശുക്രിസ്തു അവർക്ക് രക്ഷയും ദൈവശക്തിയുമാകുന്നു. Power of God brings salvation. Romans 1:16. റോമാലേഖനം 1:16. ഈ യഹൂദന്മാർ ഒരു അത്യന്തം അത്ഭുതകരമായ ഒരു അടയാളം പ്രതീക്ഷിക്കുമ്പോൾ, യവനന്മാർ ജ്ഞാനമന്വേഷിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ ദൈവം ഇത് രണ്ടും സമ്മേളിപ്പിക്കുന്നു. ദ പവർ ഓഫ് ഗാഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗാഡ്. അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ, ഹയസ്റ്റ് പോയിന്റ്, ദ വിസ്ഡം ഓഫ് ഗാഡ് and the power of God is in its highest point in Christ. അതാണ് അവിടെ പരാമർശിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം ദൈവജ്ഞാനത്തിന്റെയും ദൈവശക്തിയുടെയും പ്രദർശന നമുക്ക് പ്രദർശിപ്പിക്കുന്നത്. ഈ വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്നു. Those who are called not only see and experience the power and wisdom of God. വിളിക്കപ്പെട്ടവർ ദൈവശക്തിയും ദൈവജ്ഞാനവും അനുഭവിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ദൈവശക്തിയും ദൈവജ്ഞാനവും അവരിൽ രൂപാന്തരമുണ്ടാക്കുന്നു. പ്രൊഡ്യൂസസ് ഇഫക്റ്റ്. ലോകജ്ഞാനം മനുഷ്യനെ അഹങ്കാരിയാക്കുമ്പോൾ, ദൈവജ്ഞാനം, ക്രൂശിന്റെ വചനം അവനിൽ രൂപാന്തരം വരുത്തുന്നു. ലോകജ്ഞാനികൾക്കാർക്കും അവരുടെ ജ്ഞാന നിമിത്തം രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. അവർ അതിൽ അഹങ്കരിക്കുന്നുണ്ട്, അവരുടെ ജ്ഞാനത്തിൽ. എന്നാൽ ക്രിസ്തുവേശുവിൽ, ആ ജ്ഞാനത്തിൽ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവിക ജ്ഞാനവും ദൈവശക്തിയുമായതുകൊണ്ട് അവരിൽ അതിന്റെ രൂപാന്തരം ഉണ്ടാകുന്നു. ആ രൂപാന്തരം ദൈവിക ശക്തിക്കല്ലാതെ മറ്റൊന്നിനും വരുത്തുവാൻ കഴിയില്ല. ലോകത്തിന്റെ ജ്ഞാനത്തിന് ഒരുവനും മരിച്ചവന് ജീവൻ കൊടുക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സന്ദേശത്തിന് മാത്രം മരണത്തെ മാറ്റി ജീവങ്കലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്, ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്, സാത്താന്റെ അധീനതയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, പുത്രന്റെ അധീനത്വത്തിലേക്കും കർത്തൃത്വത്തിലേക്കും കൊണ്ടുവരാൻ കഴിയുന്നത് ക്രൂശിന്റെ വചനത്തിനാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ ജ്ഞാനമായും ദൈവത്തിന്റെ ശക്തിയായും ദൈവദാസനെ പൗലോസ് ഉപയോഗിക്കുകയാണ്. Contrasting the wisdom of the world, Christ is the wisdom of God. ലോകജ്ഞാനത്തിന്റെ വിപരീതാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെയാണ് ജ്ഞാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ 25-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. The foolishness of God എന്ന് പറയുന്നത് സുവിശേഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്. The foolishness of God is the message of the gospel. സുവിശേഷ സന്ദേശം, അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം. അതാണ് ലോകത്തിന്, മനുഷ്യർക്ക് ഭോഷത്വമായി തോന്നുന്നത്. Meaning the message of the cross. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ലോകപ്രകാരം ജ്ഞാനികൾക്ക് ജ്ഞാനമായി തോന്നുന്നില്ലെങ്കിലും, ശക്തിയായ യഹൂദന്മാർക്ക് അത് ദൈവശക്തിയായി തോന്നുന്നില്ലെങ്കിലും, ആ ജ്ഞാനം കൊണ്ട്, ആ സന്ദേശം കൊണ്ട് ഇതുവരെയുള്ള മനുഷ്യവർഗത്തിന്
അവരുടെ ജ്ഞാനം കൊണ്ട് സമ്പാദിക്കാൻ നേടുവാൻ കഴിയുന്നതിനപ്പുറത്ത് ആ സന്ദേശം കൊണ്ട് മനുഷ്യന് നേടുവാൻ കഴിയുന്നു. ക്രൂശിന്റെ വചനം മനുഷ്യന് ജീവൻ നൽകുമ്പോൾ ലോകത്തിലെ ജ്ഞാനികളുടെ ജ്ഞാനം കൊണ്ട് ഇതുവരെയും ആർക്കും പാപമോചനം നൽകപ്പെട്ടിട്ടില്ല. ലോകജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ടാകും, എന്നാൽ മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ മനുഷ്യൻ തൻ്റെ സ്വന്തം ജ്ഞാനത്താൽ സമ്പാദിച്ചതും നേടിയതുമായ ഒരു കാര്യത്തിനും സുവിശേഷം തന്നിൽ വരുത്തുന്ന മാറ്റം കൊണ്ടുവരുവാൻ കഴിയില്ല. അതാണ് സുവിശേഷം ദൈവശക്തിയായി മാറിയിരിക്കുന്നത്. ദൈവശക്തിയായതുകൊണ്ടാണ്. നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, പെരിഷ് ചെയ്യുന്നവർക്ക് അതെന്താണ്? ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയുമാണ്. മനുഷ്യന്റെ ശക്തിക്ക് ദൈവത്തിലേക്ക് ചെല്ലുവാൻ ഒരു വഴി കണ്ടെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ക്രൂശിന്റെ ശക്തിക്ക് പാപത്തെ മേൽ ജയം നൽകുവാൻ കഴിയും. എന്നാൽ അതിനെയാണ് അവർ പറയുന്നത് ഭോഷത്വമെന്ന്. യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത കാര്യം, യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത കാര്യം ലോക മനുഷ്യന്റെ ജ്ഞാനമായി കാണുവാൻ കഴിയുന്നില്ല. കാരണം അത് അവന്റെ ചിന്തയിൽ ജ്ഞാനവും ശക്തിയുമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. അത് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തി കൊണ്ടും മനുഷ്യന് നേടുവാൻ കഴിയാത്ത അതുല്യമായ കാര്യം മനുഷ്യന് വിശ്വാസത്താൽ ലഭ്യമാകുവാനിടയായിത്തീരും. അവിടെയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? തന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന്. ലോകത്തിന്റെ ജ്ഞാനം രക്ഷയ്ക്കുതകില്ല. ലോകത്തിന്റെ ജ്ഞാനം മനുഷ്യന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ല. ലോകത്തിലെ മോറൽ പഠിപ്പിക്കലുകൾ, ആ പഠിപ്പിക്കലിനെതിരെ ജീവിക്കുന്നവനിൽ ഒരു കുറ്റബോധം ഉളവാക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം. അത് അവനെ രക്ഷയിലേക്ക് നയിക്കത്തില്ല. രക്ഷിക്കപ്പെടുവാൻ മറ്റു മാർഗം ഒന്നുമില്ല. ഒരു മതത്തിലും ഇല്ല, ഒരു വ്യക്തിയിലുമില്ല. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തി. അവൻ പാപത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യാഗമായി തീർന്നു. ആ സന്ദേശമാണ് ക്രൂശിന്റെ വചനം, സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, ലഭിക്കും. ആ സന്ദേശമാണ് സുവിശേഷം. അത് പ്രസംഗിക്കുന്നവർ ധാരാളമുണ്ട്. ദിനം പ്രതി വിവിധ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി യഹൂദന്മാരെ പോലെ അടയാളം അന്വേഷിക്കുകയും ലോകജ്ഞാനപ്രകാരം സുവിശേഷം നിങ്ങൾക്ക് ഭോഷത്വമായി തോന്നുന്നുവെങ്കിൽ ഇന്ന് റിപ്പന്റ്, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യജീവൻ അവകാശികൾക്ക്. കർത്താവ് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഉദ്ധരിക്കേണ്ടതിന് ദൈവത്തിന് അവനെ അയക്കുവാൻ പ്രസാദം തോന്നിയെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.